കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് നിരാശയുടെയും സന്തോഷത്തിന്റെയും ദിനമാണ്. തിരുവനന്തപുരത്ത് മുട്ടടയിലെ സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വൈഷ്ണയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അനുമതിയായിരിക്കുന്നു. വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേര് ഉൾപ്പെടുത്തി പുറത്തിറങ്ങിയിട്ടുണ്ട്. അതേസമയം അതിന് സമാനമായ രീതിയിൽ കോടതിയെ സമീപിച്ച VM വിനുവിന് കോടതിയുടെ ഭാഗത്തു നിന്ന് കണക്കിന് കിട്ടി. സെലിബ്രിറ്റിയായ VM വിനു പത്രമൊന്നും വായിക്കുന്നില്ലേ, വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നെങ്കിലും പരിശോധിക്കേണ്ടേ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ന്യൂസ് എറ്റ് 9 തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. തിരുവനന്തപുരം മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് മത്സരിക്കാം. വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയ നടപടി റദ്ദാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വൈഷ്ണയുടെ പേര് ചേർത്ത പുതിയ പട്ടിക. കോടതിക്ക് നന്ദി എന്ന വൈഷ്ണ. ജനാധിപത്യം ജയിച്ചെന്ന രമേശ് ചെന്നിത്തല. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെതിരെ VM വിനു നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സെലിബ്രിറ്റി പത്രം വായിക്കാറില്ലേ എന്ന് പരിഹാസം. ലീഗിൽ നിന്ന് രാജിവെച്ച കൗൺസിലർ റംലത്ത് കോഴിക്കോട്ട് ഇടത് സ്ഥാനാർത്ഥി. തിരുവനന്തപുരത്തെ വിമത സ്ഥാനാർത്ഥി K ശ്രീകണ്ഠനെ പുറത്താക്കി CPM. കുറവൻകോണത്തും പ്രതിസന്ധി. ശബരിമലയിലെ അനിയന്ത്രിത തിരക്കിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഏകോപനം ഉണ്ടായില്ലെന്ന് കോടതി. സ്പോട്ട് ബുക്കിംഗ് 5000 കുറയ്ക്കാൻ തീരുമാനം. കാനനപാത വഴിയും 5000 പേരെ കടത്തിവിടും. തിങ്കളാഴ്ച വരെ നിയന്ത്രണം. കേരളത്തിലെ SIR ഹർജികളിൽ വിശദമായ വാദം കേൾക്കാൻ സുപ്രീം കോടതി. കേസ് വെള്ളിയാഴ്ച പരിഗണിക്കും. SIR നടപടികളിൽ വൻ പുരോഗതിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. BLA മാരുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ കർശന നടപടി. അനീഷിന്റെ കുടുംബത്തെ സഹായിക്കും. 97% എന്യൂമറേഷൻ ഫോംസ് നമുക്ക് 2025 വോട്ടർ പട്ടികയിലുള്ള എല്ലാ വോട്ടേഴ്സിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായ കൊലവിളിയിൽ കന്യാസ്ത്രീക്കെതിരെ പോലീസ് അന്വേഷണം. അഭിഭാഷക കൂടിയായ സിസ്റ്റർ ടീന ജോസിനെതിരെ നടപടി. DGPക്ക് ലഭിച്ച പരാതിയിൽ 2009 ടീന ജോസിനെ പുറത്താക്കിയതെന്ന CMC സന്യാസി സമൂഹം. 15കാരനെ IS-ൽ ചേർക്കാൻ ശ്രമിച്ച കേസിലെ FIR ന്യൂസ് 18. UK-യിലുള്ള അമ്മയ്ക്കും ആൺസുഹൃത്തിനുമെതിരെ UAPA തുറന്നു പറഞ്ഞ് അനാഥാലയത്തിൽ കഴിയുന്ന മകൻ. വെമ്പായം സ്വദേശി അൻസറിനെ പ്രതിയാക്കി വെഞ്ഞാറമൂട് പോലീസ്. വൈറ്റിലയിലെ ബാറിൽ വടിവാളുമായി ആക്രമണം നടത്തിയത് ഔറംഗസേബിന്റെ ഗുണ്ടാ സംഘം. പെൺസുഹൃത്തിനെ ശല്യം ചെയ്തത് പ്രകോപനം. കേസിൽ മോഡൽ അലീന ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. മുഖ്യപ്രതി ഔറംഗസീബ് ഒളിവിൽ. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് വോട്ട് ചെയ്യാനും മത്സരിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പച്ചക്കൊടി. ഇത് സംബന്ധിച്ച് കമ്മീഷൻ ഉത്തരവിറക്കി. വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് കമ്മീഷൻ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. നേരത്തെ വൈഷ്ണയുടെ വോട്ട് നീക്കിയ നടപടി കമ്മീഷൻ റദ്ദാക്കി. വൈകാതെ വൈഷ്ണ സുരേഷ് മുട്ടട വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി പത്രിക നൽകും. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു പോരാട്ടം ജയിച്ച ആവേശത്തിലാണ് വൈഷ്ണയുള്ളത്. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ഈ 24കാരിയുടെ ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18-മായി വൈഷ്ണ സന്തോഷം പങ്കുവച്ചു. VV അരുണിന്റെ റിപ്പോർട്ടിലേക്ക്. ഡിസംബർ 13-നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ വലിയൊരു പോരാട്ടം ജയിച്ച സന്തോഷത്തിലാണ് മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ്. വൈഷ്ണ, എന്ത് തോന്നുന്നു ഈ ഒരു വിജയത്തിൽ? വളരെ വലിയ സന്തോഷം. കാരണം സന്തോഷവും അതിലേറെ അഭിമാനവും ഉള്ളൊരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള സന്തോഷം നല്ല രീതിക്ക് മനസ്സിലുണ്ട്. ഇടയ്ക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു ഇത് മത്സരിക്കാൻ പറ്റില്ലെന്ന്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണം നിർത്തിവെക്കേണ്ടി വന്നു, പ്രതികൂലമായ വിധി ഉണ്ടാകുമെന്ന ചില പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു തോന്നിയത്? ഒന്നാമത്തെ കാര്യം, നമുക്ക് അധികം സമയമില്ല എന്നുള്ളതാണ്. നമുക്ക് നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി 21-ാം തീയതിയാണ്. അപ്പോൾ അധികം സമയം നമുക്ക് മുന്നിലേക്കില്ല. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് എത്രയും വേഗം വിധി കൈപ്പറ്റണം, നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഓർഡർ കൈപ്പറ്റണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. കാരണം നിയമ പോരാട്ടം എന്ന് പറയുന്ന ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉള്ളൊരു കാര്യമാണ്.
അപ്പൊ അതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ നിന്ന ആളുകൾ, അത് ഹൈക്കോടതി ജഡ്ജി മുതൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ആയാലും നമ്മുടെ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ആയാലും നമ്മുടെ സീനിയർ ലോയർ ഉണ്ട് ശ്രീ ജോർജ് പൂന്തോട്ടം സാർ ആയാലും മൃദുൽ മാത്യു സാർ ആയാലും അഡ്വക്കേറ്റ് JS അഖിൽ ചേട്ടനായാലും നമ്മുടെ KPC ഇലക്ഷൻ ഇൻചാർജ് ശ്രീ KP റഹ്മാൻ സാർ ആയാലും പിന്നെ നമ്മുടെ സാധാരണ പാർട്ടിക്കാരായാലും നമ്മുടെ ലീഡേഴ്സ് ആയാലും എല്ലാവരും ഒന്നടങ്കം ഇറങ്ങി നിന്ന് നമുക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാവരുടെയും സക്സസ് ആണ് ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത്. കാൽനൂറ്റാണ്ടായി CPM സ്ഥിരമായി ജയിച്ചു വരുന്ന വാർഡ്, CPMന്റെ മേയർ അടക്കം വന്ന വാർഡ്, അവിടെ ഇത്തരത്തിലൊരു തന്ത്രം സ്വീകരിക്കാൻ എന്തായിരിക്കും അവരെ പ്രേരിപ്പിച്ചത്? വൈഷ്ണയുടെ സ്ഥാനാർത്ഥികൾക്ക് ഒരു അങ്കലാപ്പ് ഉണ്ടാക്കിയതാണോ? അങ്ങനെ തോന്നുന്നുണ്ട്? അങ്ങനെ ചില അഭിപ്രായങ്ങൾ വരുന്നു. അല്ല, അതൊന്നും കൂടുതലായിട്ട് പറയേണ്ടത് ഞാനല്ല, അത് പാർട്ടിയാണ് പറയുന്നത്. പാർട്ടിയിൽ അതിൻ്റെതായ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട്, അവരത് പറയും. പിന്നെ ഈ പറഞ്ഞ പോലെ എന്റെ സ്വന്തം വാർഡാണ് മുട്ടയുടെ വാർഡ് എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും, ഞാനും അച്ഛനും അമ്മയും എല്ലാവരും ജനിച്ചു വളർന്ന വാർഡാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പരിചയക്കാരും ബന്ധുക്കളും കൂട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം തന്നെ നമുക്കുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഗുണം എന്തായാലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ശബരിനാഥൻ പറഞ്ഞത് ഒരു മുട്ടയുടെ വാർഡിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയെ പത്രങ്ങളുടെ 1-ാം പേജ് വാർത്തയാക്കുന്നു, ന്യൂസ് ചാനലുകളുടെ തലക്കെട്ടാക്കി മാറ്റുന്നു. അത്തരമൊരു സമീപനം CPMന് ഒരു അബദ്ധമായി മാറാൻ സാധ്യതയുണ്ടോ? ശബരിചേട്ടൻ നമുക്ക് തന്നൊരു സപ്പോർട്ടുണ്ട് കേട്ടോ. കാരണം പുള്ളി മേയർ കാൻഡിഡേറ്റ് ആണ്. പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള അദ്ദേഹം ഒരു കാൻഡിഡേറ്റ് ആണ്, നമ്മൾ ഓർക്കണം. അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രോസസ്സ്, അതായത് ഇലക്ഷൻ പ്രചരണ കാര്യങ്ങൾ വരെ മാറ്റിവെച്ചിട്ട് അദ്ദേഹം എന്നോടൊപ്പം നിന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ശബരിചേട്ടൻ നമുക്ക് തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. നമുക്കൊരു മുതിർന്ന സഹോദരൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യുമോ അതേപോലൊരു സപ്പോർട്ടാണ് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത്. അത് വളരെ വലിയൊരു ഭാഗ്യമായി കരുതുന്നു. കാരണം ശബരിചേട്ടൻ ഉൾപ്പെടെ വരുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാൻ പറ്റുന്നത് തന്നെ വളരെ വലിയ ഭാഗ്യമാണ്. പിന്നെ ഇവരുടെ സപ്പോർട്ട് അത് നമുക്ക് വളരെ വലിയൊരു ഭാഗ്യമായി തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ മുട്ടടയിലെ CPM കോട്ട പൊളിക്കാൻ പറ്റുമോ? പറ്റുമെന്നാണ് വിശ്വാസം. ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് നമുക്കുണ്ടാവും. ജയിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ആശയം കൊണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ജനങ്ങളോട് ഇക്കാര്യം പറഞ്ഞു, അവരുടെ റെസ്പോൺസ് എന്തായിരുന്നു? കുറച്ച് ആളുകൾ ആ സമയത്ത് നേരിട്ട് കണ്ടിട്ടായിരിക്കുമല്ലോ. അല്ല, ജനങ്ങളോട് ഈ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. കാണുന്ന ആളുകളെല്ലാം നമ്മളോട് ഇങ്ങോട്ട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് പറ്റിയത്, എന്തായിരുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ അവരെ ഒരുപാട് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല. നമ്മൾ കാര്യം പറഞ്ഞാൽ മതിയാണ്. അപ്പൊ എല്ലാവരും കുഴപ്പമില്ല, അപ്പോട്ട് എല്ലാം ശരിയാവും എന്നുള്ള രീതിക്കായിരുന്നു. എല്ലാവരും വളരെയധികം ആശങ്കയിലായിരുന്നു. അപ്പൊ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവും. എന്തായാലും വളരെ വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ജയിക്കും എന്നുള്ള കാര്യത്തിലാണ്, ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നിലേക്ക് പോകുന്നത്. അതുതന്നെയാണ് മുട്ടടയിൽ കോൺഗ്രസിന്റെയും വൈഷ്ണയുടെയും ഒക്കെ ഒരു വിശ്വാസവും ഒക്കെ. ഏതായാലും 25 വർഷം തുടർച്ചയായി CPM ജയിച്ച വാർഡ് ഇത്തവണ മാറ്റമുണ്ടാകും. ഒരു പോരാട്ടം ജയിച്ചിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലും വിജയിക്കുമെന്ന പ്രതീക്ഷയോട് തന്നെയാണ് UDFന്റെ സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നത്. TV അരുൺ ആണ് വൈഷ്ണയുമായി സംസാരിച്ചത്. അതേസമയം വൈഷ്ണയ്ക്ക് തെരഞ്ഞെടുപ്പിന് മുൻപേ ഒരു ജയം കിട്ടിയെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപേ ഒരു തോൽവിയാണ് VM വിനുവിനെ സംബന്ധിച്ച്. കോഴിക്കോട് കോർപ്പറേഷനിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ VM വിനുവിന് കഴിയില്ല. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെതിരെ വിനു നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സെലിബ്രിറ്റി ആയതുകൊണ്ട് വിനുവിന് പ്രത്യേകതയില്ലെന്നും രാഷ്ട്രീയക്കാരും സാധാരണക്കാരും ഒരുപോലെ തന്നെയാണെന്നും കോടതി വ്യക്തമാക്കി. ഇതോടെ വിനുവിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പിൻവലിച്ചു. പകരം മെഡിക്കൽ കോളേജ് സൗത്തിൽ സ്ഥാനാർത്ഥിയായി രമ്യ കേത്ത്. അതിരൂക്ഷമായ പരാമർശങ്ങളോടെയാണ് VM വിനുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയത്. സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം അനുകൂലമായ ഉത്തരവ് നൽകാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി. സെലിബ്രിറ്റികൾക്കും സാധാരണ പൗരന്മാർക്കും ഒരേ നിയമമാണ് ബാധകം. താങ്കൾ ഈ രാജ്യത്തെ പൗരനല്ലേ എന്ന് ഹൈക്കോടതി ചോദിച്ചു. വിനുവിനെ സഹായിക്കാൻ കഴിയില്ല, നിങ്ങളുടെ കഴിവുകേട് മുൻനിർത്തി മറ്റു രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തരുതെന്നും കോടതി വ്യക്തമാക്കി. ഞാൻ കോടതിയുടെ വിധിയെ ഞാൻ മാനിക്കുന്നു, അതനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. കോടതി വിധിയെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നതായി സ്ഥാനാർത്ഥി VM വിനു വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് രംഗത്ത് സമയം അനുവദിക്കുകയാണെങ്കിൽ പ്രവർത്തനമുണ്ടാവും. പക്ഷേ സജീവ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്കില്ല. വികസന കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവാനുള്ള അഭ്യർത്ഥന അംഗീകരിച്ചതെന്നും VM വിനു പറഞ്ഞു. ഞാൻ ഈ കോൺഗ്രസ് പാർട്ടി വിശ്വസിച്ചിരുന്നു. ഇവരെല്ലാവരും കൂടി വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ അങ്ങനെ അവർ കോഴിക്കോടിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ മനസ്സിലാക്കി ആഗ്രഹിച്ചിട്ട് ഇറങ്ങിയതല്ലാണ്ട് വേറൊരു അംഗീകൃതലാവോ കാര്യങ്ങൾ ബാധിക്കുന്ന കാര്യമേ. ഞാൻ ഇതുവരെ കാണാത്ത കുറേ ജീവിതങ്ങളും കുറച്ച് അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നില്ല. അത് എന്നെ സംബന്ധിച്ചത് അത് വലിയൊരു കിട്ടലാണ്. കല്ലായി ഡിവിഷനിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും VM വിനുവിനെ പിൻവലിക്കുന്നതായി DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ അറിയിച്ചു. പുതിയ സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിൽ പിഴവുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
ഞങ്ങളെ സംബന്ധിച്ച് തളർത്തുന്ന നടപടിയല്ല. എന്തും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊക്കെ നേരിടാൻ ഞങ്ങൾ സദാസജ്ജമാണ്. മറ്റന്നാൾ ആ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കും. VM വിനുവിന് വോട്ടില്ലാത്ത സംഭവത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടലോടെ CPM രംഗത്തെത്തി. ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കാണ് പൂർണ്ണമായ വീഴ്ചയുണ്ടായത്. സാംസ്കാരിക രംഗത്തെ ഒരു മുഖമായ VM വിനുവിനെ അപമാനിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഇക്കാര്യത്തിൽ തങ്ങൾക്ക് വേദനയുണ്ടെന്നും CPM പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൂടി ഇന്ന് പ്രഖ്യാപിച്ചല്ലോ. പ്രഖ്യാപിച്ചത് മാത്രമല്ല, അതിന് ഏറെ സന്തോഷം DCCയുടെ പ്രസിഡന്റ് ഇപ്പം നിങ്ങളുടെ മുമ്പാകെ നടത്തിയ പത്രസമ്മേളനത്തിൽ അത് അംഗീകരിച്ചു എന്നതും വളരെയധികം സന്തോഷമുണ്ട്. കാരണം അത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ നിയമപരമായി നേരിടും. അതിന് ഭരണക്കാരെ വിമർശിച്ചിട്ടൊന്നൊരു കാര്യമില്ല. സാംസ്കാരിക മേഖലയിൽപ്പെട്ട പ്രവർത്തകരെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിക്കുന്നതിലൂടെ രാഷ്ട്രീയത്തിനപ്പുറമുള്ള വോട്ടുകൾ സമാഹരിക്കാമെന്ന പ്രതീക്ഷയിലാണ് നേരത്തെ VM വിനുവിനെ സ്ഥാനാർത്ഥിയാക്കിയത്. എന്തായാലും ആ രീതിയിൽ തന്നെയുള്ള അന്വേഷണമാണ് കോൺഗ്രസിൽ നടക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് നോർത്ത് വാർഡിലെ സ്ഥാനാർത്ഥിയായ ബിന്ദുവിനും വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. അവരുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. അവർക്ക് പകരമായി K രമ്യ എന്ന സ്ഥാനാർത്ഥിയെ പുതുതായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ പുതിയ സ്ഥാനാർത്ഥി രംഗത്തുണ്ടാവും. പക്ഷേ മേയർ സ്ഥാനത്തേക്കടക്കം പരിഗണിക്കുന്ന സ്ഥാനാർത്ഥിയാവുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നിലവിൽ തന്നെ മത്സരിക്കുന്ന KPCC സെക്രട്ടറിയായ PM നിയാസ് ആവും ഇനി മേയർ സ്ഥാനാർത്ഥി എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ശബരിമലയിൽ ആളെ കുറച്ചു. തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് 5000 കുറച്ചു. തിങ്കളാഴ്ച വരെയായിരിക്കും ഈ നിയന്ത്രണമെന്ന് വിവിധ ഹർജികൾ പരിഗണിച്ചുകൊണ്ട് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ മുന്നൊരുക്കങ്ങൾ നടത്താത്തതിൽ ഹൈക്കോടതി ദേവസ്വം ബോർഡിനെ ഇന്ന് രൂക്ഷമായി വിമർശിച്ചിരുന്നു. ശബരിമലയിൽ ഏകോപനമില്ലെന്നും 6 മാസം മുൻപെങ്കിലും ഒരുക്കങ്ങൾ തുടങ്ങണമായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ശബരിമലയിൽ അയ്യപ്പന്മാരുടെ തിരക്കുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡും സർക്കാരിനുമെതിരെ ഉന്നയിച്ചത്. എന്തുകൊണ്ട് 6 മാസം മുൻപേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയില്ല എന്ന് കോടതി ഇരുവരോടും ചോദിക്കേണ്ടായി. വലിയ വീഴ്ചയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ദേവസ്വം ബെഞ്ച് ജസ്റ്റിസ് രാജ വിജയരാഘവന്റെയും ജസ്റ്റിസ് KV ജയകുമാറിന്റെയും ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. മാത്രമല്ല, ഈ വെർച്വൽ ക്യൂവിൽ ഇത്രയധികം ആളുകൾ എങ്ങനെ വന്നു? അതിന് പുറമേയും 10,000 ആളുകളോളം ഒരു ദിവസം മല കയറുന്നു എന്നാണ് റിപ്പോർട്ട്. അതിന്റെ കണക്ക് എന്താണ്? 90,000 പേർ ഒരു ദിവസം മല കയറുന്നു എന്ന് പറയുമ്പോൾ എവിടെ മുതൽ എവിടെ വരെയാണ് 90,000 പേരുടെ ക്യൂ നീളുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്തണമെന്ന് കോടതിയിൽ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ 80 പേർ തന്നെ ഒരു മിനിറ്റിൽ കയറണം എന്നിത്ര നിർബന്ധം പിടിക്കുന്നത് എന്താണ്? അത് 50 പേരായി ചുരുക്കാൻ പറ്റില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഭക്തരെ തള്ളി മാറ്റുന്നത് അഭികാമ്യമല്ല. ആ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘമാണ് ഏറെയും വരുന്നത്. അങ്ങനെയുള്ളപ്പോൾ പ്രായമായ സ്ത്രീകളാണ്, അവരെ പരിഗണിക്കണം, കുഞ്ഞുങ്ങളെ പരിഗണിക്കണം. ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഭക്തരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ശബരിമലയിൽ ഉണ്ടാകാൻ പാടില്ല, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ 5000 പേരെ ആണ് ഒരു ദിവസം സ്പോട്ട് ബുക്കിങ്ങിന് അനുവദിച്ചിരിക്കുന്നതെന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയ്ക്കകം ബാക്കി വിശദാംശങ്ങൾ സർക്കാരും ദേവസ്വം ബോർഡും കോടതിയെ അറിയിക്കണമെന്നാണ് കോടതി ഉത്തരവ്. ഈ വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ട ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴും പോലീസിന് നിയന്ത്രിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പോലീസ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ സംവിധാനങ്ങൾ വേണം. ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഇതിനുള്ള സംവിധാനങ്ങൾ വേണം. സ്റ്റാമ്പേഡ് പോലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അതിനേക്ക് ഭക്തരെ തള്ളിവിടാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോടതി ആവർത്തിച്ച് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരും ദേവസ്വം ബോർഡും കൃത്യമായ വിശദീകരണം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വെള്ളിയാഴ്ചയ്ക്കകം വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നിരുന്നാലും അതിനു മുൻപേ തന്നെ സർക്കാർ ഇപ്പോൾ കോടതിയിൽ 5000 പേരെ സ്പോട്ട് ബുക്കിങ്ങിൽ ഒരു ദിവസം ശബരിമലയിൽ 5000 പേരായി ലിമിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം സർക്കാർ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയ്ക്കകം വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള സംഗതി കൂടുതൽ കോടതി വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വലിയ വിമർശനമാണ് ഈ ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോയതിലുള്ള അല്ലെങ്കിൽ തിരക്കുമായി ബന്ധപ്പെട്ടുള്ള അപാകതയിൽ കോടതിയിൽ നിന്നും ഉണ്ടായത്.
അതേസമയം ശബരിമലയിൽ മുന്നൊരുക്കങ്ങൾ നടപ്പാക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ തന്നെ സമ്മതിച്ചു. കോടതിയുടെ വിമർശനം ഉൾക്കൊള്ളുന്നു. പാതി വഴിയിൽ ഭക്തർ മടങ്ങിപ്പോയ സംഭവത്തിൽ തനിക്ക് പശ്ചാത്താപമുണ്ടെന്നും വരും ദിവസങ്ങളിൽ ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനെന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഡേ ഒന്നും ഇത്രയൊന്നും വരവ് ആരും പ്രതീക്ഷിച്ചില്ല. മനസ്സിലായില്ല. അത് എന്തുകൊണ്ടോ ഈ വർഷം വളരെ പെട്ടെന്ന് ആളുകൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ വന്നു എന്നുള്ളത് ഒരു അഭൂതപൂർവമായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. ഏതായാലും ഞാനൊരു വിശ്വാസിയായതുകൊണ്ട് പറയുകയാണ്, ഇതൊരു പക്ഷേ അയ്യപ്പൻ തന്നെ നമുക്ക് കാണിച്ചു തന്നൊരു നിമിത്തമാണ്. നിയന്ത്രിച്ചില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. ഇന്നലെ ഒന്നും സംഭവിച്ചില്ല. അയ്യപ്പൻ അനുഗ്രഹം കൊണ്ട് നമ്മളെ കുറച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഒരു മണിക്കൂർ കൊണ്ട് നമ്മളത് തീർത്തു വിട്ടു. ഇനി ഇതുണ്ടാവരുത് എന്നാണ് നമ്മൾ എന്തിൽ നിന്നൊരു സൂചന, ഒരു മെസ്സേജ് വായിക്കണമല്ലോ. ഞാൻ വായിച്ചെടുത്ത മെസ്സേജ്, അൺലെസ് യു ആർ കെയർഫുൾ തിങ്സ് വിൽ ഗോ ഔട്ട് ഓഫ് ഹാൻഡ് എന്നാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പമ്പയിലെ ക്രമീകരണം കുറച്ചുകൂടെ ശക്തിപ്പെടുത്തും. ശബരിമല തീർത്ഥാടന കാലത്തെ സർക്കാർ കുഴപ്പത്തിലാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ്. അയ്യപ്പ ഭക്തർ മല കയറാതെ തിരികെ പോകുന്നു. ശബരിമല സീസൺ ഇത്രയധികം പ്രശ്നമാക്കിയ വേറൊരു സർക്കാരില്ല. നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ UDF സംഘം ശബരിമലയിലെത്തുമെന്നും സതീശൻ പ്രതികരിച്ചു. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ നടത്തിയ പ്രസ്താവന എന്താണ്? ശബരിമലയിലെ സ്ഥിതി ഭയാനകമാണ്. അവിടെ ഇന്നലെ എല്ലാവരും മുൾമുനയിലാണ് നിന്നിരുന്നത്. ഏത് സമയത്തും ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായി. അവിടെ വലിയ ക്യൂ ആണ്. 10-15 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്യൂ നിയന്ത്രിക്കാൻ സംവിധാനമില്ല. കുടിവെള്ളം ഉണ്ടായിരുന്നില്ല. ടോയ്ലറ്റുകളിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. UDFന്റെ ഒരു പ്രതിനിധി സംഘം ശബരിമല സന്ദർശിക്കും. ISL ചേർക്കുന്ന അമ്മ. പതിനഞ്ചുകാരനായ മകനെ ഭീകര സംഘടനയായ ISL ചേരാൻ പ്രേരിപ്പിച്ചതിന് അമ്മയുടെ ആൺ സുഹൃത്തിനുമെതിരെ UAPA ചുമത്തിയ കേസിൽ FIR ന്യൂസ് 18. 2021 നവംബറിനും 2025 ജൂലൈക്കും ഇടയിലാണ് ഈ സംഭവം ഉണ്ടായത്. 2025 നവംബർ 14 തിരുവനന്തപുരം വെഞ്ഞാറമൂട് പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിരുന്നു. വെമ്പായത്ത് 15 വയസ്സുകാരനെ ISISൽ ചേർക്കാൻ നീക്കം നടത്തിയെന്ന കുറ്റം ആരോപിച്ചുകൊണ്ടാണ് അമ്മയ്ക്കും രണ്ടാനച്ഛനുമെതിരെ UAPA ചുമത്തിക്കൊണ്ട് വെഞ്ഞാറമൂട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഗുരുതരമായ ഒരു പരാതി ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിയും മിലിറ്ററി ഇന്റലിജൻസും ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരാതിക്ക് ആസ്പദമായ സംഭവം 2021 നവംബർ 1-നും 2025 ഒക്ടോബർ 31-നും ഇടയിലാണ് നടന്നിരിക്കുന്നത് എന്നാണ് വിവരം. FIRൽ കൃത്യമായി പറയുന്നത് ഈ കുട്ടിയുടെ മാതാവ്, 15 വയസ്സുകാരൻ്റെ മാതാവ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിനിയായിരുന്നു. അവർ ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു യുവതിയായിരുന്നു. അവർ പത്തനംതിട്ട പന്തളം സ്വദേശിയായ ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചതോടെയാണ് മതം മാറുകയും പിന്നീട് പേര് മാറ്റുകയും ഒക്കെ ചെയ്തത്. അവർ ജോലിയുമായി ബന്ധപ്പെട്ട ഇംഗ്ലണ്ടിൽ താമസിക്കുന്നതിനിടയിൽ, കുടുംബസമേതം ഇംഗ്ലണ്ടിൽ താമസിക്കുന്നതിനിടയിലാണ് കുടുംബ സുഹൃത്തായ ഒരാൾ ഈ കുടുംബത്തെ മതപരമായി സ്വാധീനിക്കാൻ ശ്രമിക്കുകയും തീവ്ര മതാനുഷ്ഠാനങ്ങൾ ദിനചര്യയാക്കി മാറ്റണം എന്ന തരത്തിൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങുകയും ചെയ്തത്. ഇതോടെ ഈ കുട്ടിയുടെ മാതാവ് ഈ വ്യക്തിയുമായി വളരെ അടുപ്പത്തിലാവുകയും ആ അടുപ്പത്തിൽ പ്രകോപിതനായി പിതാവ് കുടുംബത്തിൽ നിന്ന് അകന്നു മാറുകയുമായിരുന്നു. അങ്ങനെ കഴിയുന്നതിനിടയിലാണ് ഈ 15 വയസ്സുകാരനെ ഈ രണ്ടാനച്ഛൻ തൻ്റെ ലാപ്ടോപ്പിൽ ISISന്റെ ഭീകരവാദികൾ ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും അതോടൊപ്പം തലവെട്ടി കൊലപ്പെടുത്തുകയും അതോടൊപ്പം വലിയ കല്ലുകൾ തലയിലിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തതിൻ്റെ ഭീകരമായ ദൃശ്യങ്ങൾ തുടർച്ചയായി ലാപ്ടോപ്പിൽ കാണിക്കുകയും അതോടൊപ്പം ISISന്റെ ഭാഗമായിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് പറഞ്ഞ് ഈ 15 വയസ്സുകാരനെ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തുവെന്നാണ് പരാതിയിൽ പ്രധാനമായി ഈ കുട്ടി മൊഴിയായി എടുത്തു പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളടക്കം ആറ്റിങ്ങൽ DYSP ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. എന്തായാലും ഈ പരാതിയുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ വിവരശേഖരണം നടത്തിയതിനു ശേഷമാണ് UAPA ചുമത്താനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷേ
ISIS-മായി ബന്ധപ്പെട്ട ഒരുപാട് പരാതികൾ നേരത്തെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ഒരു 15 വയസ്സുകാരനെ സിറിയയിലേക്ക് അയക്കാനായി സമ്മർദ്ദം ചെലുത്തി എന്ന തരത്തിലൊരു പരാതി അപൂർവമായിട്ടാണ് സംസ്ഥാനത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ മാതാപിതാക്കൾ വേർപിരിഞ്ഞതോടെ ഈ 15 വയസ്സുകാരനെ ആറ്റിങ്ങലിലുള്ള ഒരു അനാഥാലയത്തിൽ കൊണ്ട് ആക്കുകയായിരുന്നു. അവിടെ വെച്ച് കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ അനാഥാലയത്തിൻ്റെ അധികൃതരാണ് പിന്നീട് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഈ അച്ഛനെ വിവരം അറിയിക്കുകയും ചെയ്തത്. അങ്ങനെ ഈ പത്തനംതിട്ട പന്തളം സ്വദേശിയായ ഈ കുട്ടിയുടെ അച്ഛൻ്റെ ബന്ധുക്കൾ ആറ്റിങ്ങൽ പോലീസുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞതോടെയാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി അടക്കം വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ കൊലവിളി നടത്തിയെന്ന പരാതിയിൽ കന്യാസ്ത്രീക്കെതിരെ പോലീസ് അന്വേഷണം. അഭിഭാഷക കൂടിയായ സിസ്റ്റർ ടീന ജോസിനെതിരെയാണ് പരാതി. DGPക്ക് ലഭിച്ച പരാതിയിലാണ് നടപടി. അതിനിടെ ടീന ജോസിനെ തള്ളി CMC സന്യാസിനി സമൂഹം രംഗത്തെത്തി. 2009 ടീന ജോസിനെ പുറത്താക്കിയെന്നാണ് വിശദീകരണം. പോലീസ് മേധാവിക്ക് മെയിൽ മുഖേന ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി അഭിഭാഷകനായ സുഭാഷ് തീക്കടനാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ വിവാദ പോസ്റ്റ് കൊലവിളി കമൻ്റ് എന്ന രീതിയിൽ തന്നെ വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികൾക്ക് ഇറങ്ങുന്നു എന്ന ഒരു പോസ്റ്റിന് താഴെയാണ് ഒരു കൊലവിളി കമൻ്റ് എന്ന രീതിയിൽ തന്നെ ഈ രീതിയിൽ ടീന ജോസിന് ഈ പരാമർശം വന്നിരിക്കുന്നത്. അതിനെതിരെ വ്യാപകമായ രീതിയിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. കാരണം ഇത്തരം ഈ വിദ്വേഷ കമൻറ്റുകൾ വലിയ രീതിയിലൊരു ആഹ്വാനം നടത്തുന്നത് പോലെ ഉള്ളൊരു കമൻ്റ് എന്ന രീതിയിൽ തന്നെയാണ് വിലയിരുത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പരാതി വ്യാപകമായിട്ട് തന്നെ ഉയർന്നിരുന്നു. അതിനെതിരെ ഒരു പരാതി എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകൻ്റെ പരാതി മെയിലായിട്ട് DGPക്ക് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികളിലേക്ക് നീങ്ങുന്നത്. പ്രധാനമായും തന്നെ ഇവരുടെ ഈ ടീന ജോസിൻ്റെ തന്നെ അക്കൗണ്ടാണോ, ഫേസ്ബുക്ക് അക്കൗണ്ട് തന്നെയാണോ എന്നുള്ള ഒരു സ്ഥിരീകരണം വരുത്തുന്നതിനാണ് ഇപ്പോൾ അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും തന്നെയും ഉദ്ദേശിക്കുന്നത് ഇതിൽ ഏത് രീതിയിലുള്ളൊരു പരാമർശം ഇവർ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അത് ഏതെങ്കിലും രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടോ മറ്റുള്ളവർ എന്നതെല്ലാം തന്നെ പരിശോധിക്കപ്പെടുന്നുണ്ട്. ആ രീതിയിലുള്ളൊരു പരിശോധനകൾക്ക് ശേഷമായിരിക്കും തുടർന്ന് നടക്കുക. ഇതിൽ തുടക്കത്തിൽ തന്നെ ഈ പരാതികൾ ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കമൻറ്റ് പിന്നീട് ഡിലീറ്റ് ചെയ്യപ്പെട്ടതായാണ് കണ്ടത്. പക്ഷെ അതിനകം തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രചാരണം ഇതിന് നേടുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ഈ ഒരു കമൻറ്റിനെതിരെ തന്നെ മന്ത്രി വി ശിവൻകുട്ടി അടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇത് സംസ്ഥാനത്തിൻ്റെ ഒരു ഭരണ തലവനെതിരെ നടത്തുന്ന കൊലവിളി ആഹ്വാനം ഇതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നതടക്കം അദ്ദേഹം വ്യക്തമായും തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും ഈ രീതിയിലുള്ള കമൻറ്റിനെതിരെ ഇപ്പോൾ നടപടികളിലേക്ക് നീങ്ങുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. പോലീസിന് പരാതി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പോലീസ് ഇവർക്ക് അത് കൺസേൺ സ്റ്റേഷനിലേക്ക് അടക്കം പരാതിയുടെ തുടർ നടപടികളിലേക്ക് നീങ്ങും. അതിന് മുൻപായിട്ട് ഈ അക്കൗണ്ട് ഇവരുടേത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുകയാണ്. അതേസമയം ഈ CMC കന്യാസ്ത്രീ സഭ അതിൻ്റെ ഭാഗമായിരുന്നു ടീന തോമസ്. എന്നാൽ 2009 തന്നെ അവരെ സഭയിൽ നിന്ന് സഭാ അച്ചടക്ക നടപടികളുടെ അതിൻ്റെ ലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ സഭയിൽ നിന്ന് തന്നെ പുറത്താക്കിയതാണ്. അവർക്ക് കന്യാസ്ത്രീ വസ്ത്രം ധരിക്കാനുള്ള, സന്യാസി വസ്ത്രം ധരിക്കാനുള്ള യാതൊരു അവകാശവുമില്ലെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സന്യാസി സമൂഹം തന്നെ ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ കന്യാസ്ത്രീ നടത്തിയ കൊലവിളി അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇവർ 2020യുടെ കടുത്ത പ്രചാരകയാണ്. വിഷയത്തിൽ 2020 നിലപാട് വ്യക്തമാക്കണം. അവരുടെ രാഷ്ട്രീയ ശൈലിയാണ് ഇത് തുറന്നു കാട്ടുന്നതെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. വീണ്ടും നിതീഷ് കാലം. ബീഹാറിൽ നിതീഷ് കുമാർ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് ചേർന്ന NDA നിയമസഭാ കക്ഷി യോഗം നിതീഷിനെ നേതാവായി തെരഞ്ഞെടുക്കും. നിലവിൽ JDU കൈവശം വയ്ക്കുന്ന ആഭ്യന്തരം, വിദ്യാഭ്യാസം തുടങ്ങിയ വകുപ്പുകൾ വേണമെന്ന നിലപാടിലാണ് BJP. സ്പീക്കർ സ്ഥാനത്തേക്ക് JDUവും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം LJPക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാനാവില്ല എന്ന നിലപാടിലാണ് ഇരു പാർട്ടികളും. സത്യപ്രതിജ്ഞ നടക്കുന്ന പട്നയിലെ ഗാന്ധി മൈതാനത്തെ ഒരുക്കങ്ങൾ NDA നേതാക്കൾ വിലയിരുത്തി.